ഹലോ, ഹീര വിഷ്ണു ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കണം. എല്ലാവർക്കും മഴയൊക്കെ ഉണ്ടോ? ഇത് മഴയൊന്നും ഇപ്പം ഇല്ലയെന്ന് എനിക്കറിയാം. ഇത് കുറച്ച് ദിവസം മുമ്പത്തെ വീഡിയോയാണ്. കുറച്ച് ദിവസം ഒരു 2 ആഴ്ച മുമ്പത്തെ വീഡിയോ ആയിട്ട് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ ചെല്ലാനത്തല്ല, ചെറായിൽ ചൂണ്ടിടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ പോണ വഴിക്ക് കരുമാലൂർ എത്തിയപ്പോൾ ഞാനിങ്ങനെ വീഡിയോസൊക്കെ എടുത്താണ്. അവിടെ പാടത്തൊക്കെ നിറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞ ഒരു 2 ആഴ്ച മുമ്പത്തെ വീഡിയോ ആണ്. കാരണം ഇപ്പോൾ വലിയ മഴയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ ഞങ്ങൾ അവിടെ എത്തിയിട്ട് ചെമ്മീനൊക്കെ മേടിച്ചിട്ട് അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറായി പാടത്ത് കൂടി അവിടെ പാടം എത്തുന്നതിന് മുമ്പുള്ള മാർക്കറ്റിൽ നിന്നാണ് നമ്മൾ ചെമ്മീൻ മേടിക്കണത് കേട്ടോ. അപ്പോൾ നമ്മൾ പോണ വഴിക്കൊക്കെ കരിമീൻ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പുറം ഇപ്പുറമൊക്കെ ആൾക്കാർ പോൾ റോഡ് ഇട്ട് ചൂണ്ടിടുന്നുണ്ട്. അപ്പോൾ അതേ നമ്മൾ നമ്മുടെ സ്ഥിരം സ്പോട്ടിൽ തന്നെ എത്തിയിട്ടുണ്ട്. വേളാങ്കണ്ണി പള്ളിയുടെ ബാക്ക് സൈഡിലാണ്. അവിടെയാണ് നമ്മൾ എത്തിയത്. അപ്പോൾ ഞാനും ഇപ്പോൾ വിഷ്ണുവിനും മാത്രമേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോഴത്തേക്കും മറ്റേ വിഷ്ണു ചേട്ടൻ വരും. നമുക്ക് കുറച്ച് ജീവനുള്ളതായിട്ടൊക്കെയാണ് കിട്ടിയത്. നമ്മളധികം നേരത്തെ ഒന്നുമല്ല, ഒരു 8-8:30 ആയിട്ടുണ്ട് ഇപ്പോൾ സമയം. വിഷ്ണു ചേട്ടൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഭയങ്കര തിരയാണ്. ഞാനത് കാരണം കോട്ടക്കിട്ടാണ് നിൽക്കണേ. കോട്ടക്കിട്ടാണ് നിൽക്കണേ. ഭയങ്കര തിരയെന്ന് പറഞ്ഞാൽ അന്യായ തിര. ഇപ്പോൾ ഒരു തിര അടിച്ചോളൂ. ഞാനതിന് കുളിച്ചു. കഴിഞ്ഞ നമ്മൾ കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തിര ഭയങ്കര കൂടുതലായിരുന്നു. അപ്പോൾ ഇവിടം വരെ വന്നിട്ട് തിരിച്ച് വീട്ടിൽ പോയി. ഇപ്പം നമ്മൾ പിന്നെയും അടുത്ത ആഴ്ചയായപ്പോൾ നമ്മൾ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. ഇന്നെന്തൊക്കെയാണ് കിട്ടണേന്ന് നോക്കാം. കഴിഞ്ഞതിന് മുന്നത്തെ ആഴ്ച ഞാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ചൂണ്ടിടാൻ വന്നപ്പോൾ ഇവർക്ക് പല്ലിക്കോര കുറച്ച് അടിച്ചിട്ടുണ്ടായിരുന്നു. അത് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ വറുത്തൊക്കെ കഴിച്ചു. ഇന്ന് നമുക്ക് എന്താ കിട്ടണേന്ന് നോക്കാം. എവിടെ വന്നാലും നമുക്ക് ആദ്യം കിട്ടുന്നത് കൂരിയാണല്ലോ. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് കൂരി അടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് അല്ല, 2ാമത്തെ കൂരിയാണ് കേട്ടോ ഇത്. ഫസ്റ്റ് കൂരി ഞാൻ എടുത്തപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ഫോണിലായിരുന്നു. ഇത് 2ാമത്തെ കൂരിയാണ്. ഇനി നമുക്ക് വേറെ എന്തൊക്കെ കിട്ടും നോക്കാം. അപ്പോൾ അതേപോലെ വിഷ്ണു ചേട്ടൻ വന്നിട്ടുണ്ട്. ഇട്. മഴ പെയ്യുമ്പോൾ എന്താ തിര നിൽക്കോ? നല്ല മഴക്കാറുണ്ട്. അത് കഴിഞ്ഞ് ഭയങ്കര തിരയായതുകൊണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഞാൻ ആ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ അതേ നമ്മൾ വീട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ആലുവയിൽ വന്നിട്ട് കുളിച്ച് റെഡിയായിട്ട് വൈറ്റിലയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ കൊട്ടിയൂർ അമ്പലത്തിൽ പോയപ്പോൾ ഞാൻ ഇത് മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഒരെണ്ണം മേടിച്ചുകൊണ്ട് വന്നപ്പോൾ അതും ഞാൻ മേടിക്കാൻ വീട്ടിൽ പോയി. അപ്പോൾ അതേ അച്ഛൻ്റെ സ്പെഷ്യൽ ബിരിയാണിയാണ് അച്ഛൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് ഇപ്പോൾ കണ്ടപ്പോൾ എനിക്ക് നാക്കിൽ വെള്ളം ഊറുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ അവിടെ നിന്ന് കഴിച്ചു. പിന്നെ പപ്പടം, അച്ചാർ, സാലഡ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തലേ ദിവസം അമ്മ കുറച്ച് കക്കയിറച്ചി മേടിച്ച് വെച്ചിട്ടുണ്ടായി. കാരണം ഞങ്ങൾ തലേ ദിവസം ചെല്ലാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കക്കയിറച്ചി മേടിച്ചിട്ടുണ്ടായി. അപ്പോൾ ഞാൻ ആ ബിരിയാണിയുടെ കൂടെ കുറച്ച് കക്കയിറച്ചിയും കൂടി വാരി കഴിക്കാമെന്ന് വിചാരിച്ചു. അതേ പപ്പടമൊക്കെ വിഷ്ണുവേട്ടൻ വിളമ്പി വെച്ചു. അപ്പോൾ ആദ്യം വിഷ്ണുവിന് ചിക്കൻ്റെ കാലാണ് ഞാൻ വെച്ച് കൊടുത്തത്. അത് പിന്നെ എനിക്ക് നേരെ തിരിച്ച് തന്ന്. അപ്പോൾ അതേ കക്കയിറച്ചിയും സൈഡിലുണ്ട്. അങ്ങനെ കക്കയിറച്ചിയും ചിക്കനും പപ്പടവും സാലഡും എല്ലാം കൂടി ഞാനൊരു പിടി അങ്ങോട്ട് പിടിച്ചു. അപ്പോൾ അടിപൊളി ബിരിയാണിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ ഒരു ചക്കയുടെ പകുതി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അതേ ആ 2 പേരും കൂടി ഇരുന്ന് ആ ചക്ക എന്ന് മുറിച്ച് വെക്കാണ്ട് എന്തോ കറിയൊക്കെ പോലെ വെക്കാനോ ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വറുക്കാൻ പറ്റില്ല, അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വറുക്കാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വറുക്കാനൊന്നും പറ്റില്ല, ഇത് ഇങ്ങനെ കഴിക്കാനേ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് 2 പേരും കൂടി അതരിഞ്ഞു മൊത്തം അവിടെ ഇരുന്നരിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ജോലി സ്ഥലത്തെ ഒരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അങ്ങനെ ആ ചേച്ചീനായിട്ട് കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞ് നിന്നിട്ട് ആ ചേച്ചി ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങളും ഇറങ്ങി. അപ്പോൾ അത് ഞങ്ങൾ തിരിച്ച് നേരെ നമ്മുടെ വീട്ടിൽ വന്ന് പാടത്തേക്ക് വന്നിട്ട് ചൂണ്ടിടാനായിട്ട്. എന്നാലും ഞാൻ കാണിച്ചു തരാം ഉണ്ടെങ്കിൽ.
നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ, കണ്ടോ? ഓ പോയി, പറന്നുപോയി. 2 ഉണ്ട് കേട്ടോ ഗൈസ്, കണ്ടോ? കണ്ടോ 2 തത്തയുണ്ട്, 2 തത്ത. പഴയ അപ്പോൾ ദാ വിഷ്ണുവേട്ടൻ ദാ അവിടെ നിന്ന് കാസ്റ്റ് ചെയ്യുന്നുണ്ട്. ദാ കാണുന്നതാണ് നമ്മുടെ വീട് കേട്ടോ, ദാ ഷീറ്റ് ഇട്ടത്. പിന്നെ ഞാനപ്പോൾ ഇത് ഇവിടെ ചൂണ്ടയിടുന്നുണ്ട്. ഞാനപ്പോൾ ഈ ഒരു ചെറിയൊരു കുളം പോലത്തെ ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് ഞാനവിടെ ചൂണ്ടയിട്ടിട്ടുണ്ട്. നമുക്ക് വല്ലതും കൊത്തോന്ന് നോക്കാം. ഓക്കെ, ചെമ്മീനാണ് കേട്ടോ ഇടുന്നത്. നീ കണ്ടോ, ചെമ്മീനാണ് ഇടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ബ്രാലും കറുപ്പും ഉണ്ടാവണം. ഇത് ഇപ്പോൾ വെള്ളം മഴ പെയ്തതിൻ്റെ ഇതായിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ ഇത്രയും വെള്ളം പൊങ്ങിയേക്കണത്. ഇത്രയും ഉണ്ടായിരുന്നില്ല. നോക്കാം കിട്ടുമെന്ന് വല്ലതും. രാവിലെ ചെറായിൽ ചൂണ്ടിടാൻ പോയിട്ട് അവിടെ ഭയങ്കര തിരയായതുകൊണ്ട് നമുക്കൊരു 5 കൂരി കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ മറിയണുണ്ട്. 5 കൂരി നമുക്ക് കിട്ടിയിട്ടുണ്ടായി. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ വീട്ടിൽ പോകാനായിട്ട് വേഗം കുളിച്ച് റെഡിയായി ഞങ്ങൾ പോയി. അപ്പോൾ അവിടെ ഭയങ്കര തിരയായിട്ട് നമ്മൾ പോരാൻ നേരത്ത് കൂടി നല്ല തിര നമുക്ക് അടിച്ചു കയറി. മഴയില്ലെങ്കിൽ പോലും ഞാനൊക്കെ റെയിൻകോട്ട് ഇട്ടാണ് നിന്നിട്ടുണ്ടായത് കേട്ടോ. ഭയങ്കര തിരയെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരയായിരുന്നു. ഞാൻ നിങ്ങൾക്ക് മീനിന് കിട്ടിക്കഴിയുമ്പോൾ കാണിക്കാം. കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല എന്ന് വന്ന് പറയാം. ഓക്കെ, ചെറുതായിട്ട് മഴ പൊടിയണത് കാരണം ഞാൻ ഈ മരങ്ങളുടെ അടിയിൽ കയറി നിന്ന് വിഷ്ണുവിനെ അവിടെ നിന്ന് ഇട്ടിട്ട് നിന്നാണ്. അപ്പോൾ ഞാൻ എൻ്റെ ചൂണ്ട അവിടെ കിടപ്പുണ്ട്. അപ്പോൾ വിഷ്ണുവിനെ അവിടെ നിന്ന് നടന്ന് ഇവിടെ വന്ന് നിന്ന് അപ്പം നോക്കിയപ്പോൾ മഴവില്ലേ. നിങ്ങൾക്ക് മഴവില് കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റില്ലേ? കാണാൻ പറ്റുന്നുണ്ട്, എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. വെയിലും മഴയും, കുറുക്കൻ്റെ കല്യാണമാണെന്ന് തോന്നുന്നു. റെയിൻകോട്ട് എടുത്തില്ല. മര്യാദക്ക് ഞാൻ ഇറങ്ങിയപ്പോൾ പറഞ്ഞതാണ് റെയിൻകോട്ട് എടുത്തിട്ട് പോവാന്ന്. മഴ പെയ്യില്ല എന്ന് വിശ്വസിക്കുന്നു. ഇപ്പം മഴ കുറഞ്ഞിട്ടുണ്ട്, പൊടിമഴയേ ഉള്ളൂ. ഇത് മഴവില് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമ്മളപ്പോൾ പാടത്തുനിന്ന് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോന്നു. ഒന്നും കിട്ടിയില്ല പാടത്തുനിന്ന്, കാരണം ഞാനൂറ് ഇട്ടാൽ മാത്രമേ കിട്ടുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. ചെമ്മീനിൽ ഇപ്പോൾ കൊത്തണില്ല മീനൊന്നും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ പുതിയതായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.